പുതിയ വർഷം പുതിയ ലക്ഷ്യങ്ങൾ നിങ്ങളെ മികച്ച ഭാവിയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന എംപ്ലോയ്മെന്റ് ന്യൂസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന തൊഴിലവസരങ്ങളിലേക്ക്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ വർക്ക്മെൻ തസ്തികകളിലേക്ക് നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. സീനിയർ ഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ലബോറട്ടറി അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ, ലബോറട്ടറി അസിസ്റ്റൻറ്റ് കെമിക്കൽ, സ്റ്റോർ കീപ്പർ, അസിസ്റ്റൻറ്റ് എന്നീ വിഭാഗങ്ങളിലായി ആകെ 132 ഒഴിവുകളാണ് ഉള്ളത്. സീനിയർ ഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ത്രിവത്സര ഡിപ്ലോമയാണ്. 20 ഒഴിവുകളാണ് ഈ തസ്തികയിലുള്ളത്. സീനിയർ ഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ ഇലക്ട്രിക്കൽ തസ്തികയിൽ 7 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ത്രിവത്സര ഡിപ്ലോമയാണ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിലെ ത്രിവത്സര ഡിപ്ലോമയുള്ളവർക്ക് സീനിയർ ഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ ഇലക്ട്രോണിക്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒരൊഴിവാണ് ഈ തസ്തികയിലുള്ളത്. സീനിയർ ഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ ഇൻസ്ട്രുമെൻറ്റേഷൻ തസ്തികയിലേക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിലെ ത്രിവത്സര ഡിപ്ലോമയുള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. 2 ഒഴിവുകളാണ് ഈ തസ്തികയിലുള്ളത്. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ തസ്തികയിൽ 36 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ത്രിവത്സര ഡിപ്ലോമയാണ്. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ത്രിവത്സര ഡിപ്ലോമയാണ് വിദ്യാഭ്യാസ യോഗ്യത. 11 ഒഴിവുകളാണ് ഈ തസ്തികയിലേക്കുള്ളത്. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ ഒഴിവുകളുടെ എണ്ണം 3 ആണ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിലെ 3 വർഷത്തെ ഡിപ്ലോമയുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗിൽ ത്രിവത്സര ഡിപ്ലോമയുള്ളവർക്ക് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സിവിൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒഴിവുകളുടെ എണ്ണം 1. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ വിഭാഗത്തിൽ 2 ഒഴിവുകളാണ് ഉള്ളത്. ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിലെ ത്രിവത്സര ഡിപ്ലോമയാണ് വിദ്യാഭ്യാസ യോഗ്യത. അസിസ്റ്റൻറ്റ് തസ്തികയിൽ 34 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത ഫൈൻ ആർട്സ് അല്ലെങ്കിൽ പെർഫോമിംഗ് ആർട്സ് ഒഴികെയുള്ള ആർട്സ്, സയൻസ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ബിരുദമാണ്. എല്ലാ തസ്തികയിലേക്കും യോഗ്യത കുറഞ്ഞത് 60% മാർക്കോടെ നേടിയതായിരിക്കണം. ഓരോ തസ്തികയിലേക്കും ആവശ്യമായ പ്രവൃത്തി പരിചയം സംബന്ധിച്ച വിശദാംശങ്ങൾക്കും മറ്റ് തസ്തികകളുടെ യോഗ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും www.cochinshipyard.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. എല്ലാ തസ്തികകളിലേക്കുമുള്ള പ്രായപരിധി 35 വയസ്സാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ജനുവരി 12. കേരള ഹൈക്കോടതിയിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 28 ഒഴിവുകളാണ് ഉള്ളത്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് ഇലക്ട്രോണിക്സ്, IT, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗിലെ ത്രിവത്സര ഡിപ്ലോമയുള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. ഈ തസ്തികയിൽ 16 ഒഴിവുകളാണ് ഉള്ളത്. ശമ്പളം 30,000 രൂപ. ഡേറ്റ എൻട്രി തസ്തികയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലെ ത്രിവത്സര ഡിപ്ലോമയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദവും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ശമ്പളം 22,240 രൂപ. ഈ തസ്തികയിൽ 12 ഒഴിവുകളാണ് ഉള്ളത്. 2 തസ്തികകളിലേക്കുമുള്ള പ്രവൃത്തി പരിചയം സംബന്ധിച്ച വിശദാംശങ്ങൾക്കായി വെബ്സൈറ്റ് പരിശോധിക്കുക. അപേക്ഷകർ 1984 ജനുവരി 2-നും 2007 ജനുവരി 1-നുമിടയിൽ ജനിച്ചവരായിരിക്കണം.
ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ജനുവരി 27. വെബ്സൈറ്റ് hckrecruitment.keralacodes.in. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ വിവിധ യൂണിറ്റുകളിലേക്ക് റിസപ്ഷനിസ്റ്റ്, വെയ്റ്റർ, അസിസ്റ്റന്റ് കുക്ക്, കൺസൾട്ടന്റ് റിസപ്ഷനിസ്റ്റ്, കൺസൾട്ടന്റ് അസിസ്റ്റന്റ് കുക്ക്, കൺസൾട്ടന്റ് ഹൗസ് കീപ്പർ, കൺസൾട്ടന്റ് ഷെഫ് തുടങ്ങിയ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 79 ഒഴിവുകളാണ് ഉള്ളത്. റിസപ്ഷനിസ്റ്റ് തസ്തികയിൽ 16 ഒഴിവുകളാണ് ഉള്ളത്. ശമ്പളം 22,200 രൂപ. യോഗ്യത +2 വിജയിച്ചിരിക്കണം. ഹോട്ടൽ റിസപ്ഷൻ ആൻഡ് ബുക്ക് കീപ്പിംഗിൽ 1 വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. വെയ്റ്റർ തസ്തികയിൽ 27 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. റെസ്റ്റോറൻറ്റ് ആൻഡ് കൗണ്ടർ സർവീസിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അസിസ്റ്റന്റ് കുക്ക് തസ്തികയിൽ 12 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കുക്കറിയിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. യോഗ്യത FCI, KIHMS, IHMCT, NCVT അല്ലെങ്കിൽ KITTSൽ നിന്നോ മറ്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ നേടിയതായിരിക്കണം. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. മറ്റ് തസ്തികകൾ, യോഗ്യതകൾ എന്നിവയുടെ വിശദാംശങ്ങൾക്കായി www.ktdc.com എന്ന വെബ്സൈറ്റ് കാണുക. ഈ വെബ്സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പ് സഹിതം തപാൽ മാർഗമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിലാസം: ദി മാനേജിംഗ് ഡയറക്ടർ, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, മസ്കറ്റ് സ്ക്വയർ, PB നമ്പർ 5424, തിരുവനന്തപുരം 695033. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ജനുവരി 7. എറണാകുളം ജില്ലയിലെ സെൻട്രൽ ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ കം ലേബർ കോർട്ടിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ പേഴ്സണൽ അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. വിരമിച്ച കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, ഹൈക്കോടതി അല്ലെങ്കിൽ ജില്ലാ കോടതി ഉദ്യോഗസ്ഥർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. 1 വർഷമാണ് നിയമന കാലാവധി. 1 ഒഴിവാണ് ഈ തസ്തികയിലുള്ളത്. പ്രായപരിധി 65 വയസ്സ്. യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾക്കായി labor.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ തൊഴിലവസരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.